എന്തൊരു കാറ്റാണല്ലേ. ഏ ഒടുക്കത്തെ കാറ്റാ, ഒടുക്കത്തെ കാറ്റ്. ഉണ്ടല്ലേ. ആ ഇത് കഴിഞ്ഞ ലീവ്സ് ഒക്കെ വീഴുന്നത് നോക്ക്. നമ്മൾ ക്ലിയർ ചെയ്ത ഭാഗമാണ്, പക്ഷെ ലീവ്സ് ഒക്കെ വീണിട്ട് മൊത്തം പണിയായി കിടക്കുന്നുണ്ട്. അയ്യോ, ഇതിനിപ്പോ എങ്ങനെയാ ഈ ലീവ്സ് ഒക്കെ ഒന്ന് കളയാ? നമുക്ക് ആ ഒരു ഗണ്ണില്ലേ, ഗണ്ണ് വെച്ചിട്ട് പൂശേണ്ടി എയർ ഗണ്ണ് വെച്ചിട്ടാ. നമ്മള് ഇതില് കാണിക്കാൻ പോണ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൽ ക്യാം ഉണ്ടല്ലോ, നമ്മുടെ ട്രെയിൽ ക്യാം എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് കാണിക്കാൻ. ഇതിപ്പോ നമ്മള് മെയിൻലി നമ്മള് എന്താ പറയാ, ഈ റോഡ് കാണാൻ ആരെങ്കിലും വരുന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിൽ ക്യാം വെച്ചിരിക്കുന്നത്. എവിടെയാ വെച്ചിരിക്കുന്നത് ട്രെയിൽ ക്യാം? ട്രെയിൽ ക്യാം ആക്ച്വലി ഈ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സോളാർ അല്ല, അത് സോളാറാണ്. സോളാറും ഉണ്ട്, ബാറ്ററി ബാക്കപ്പും ഉണ്ട്. നിങ്ങള് പെട്ടെന്ന് വീഡിയോയിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കണം എന്നില്ല, പക്ഷെ ഇവിടെ ഒരു ട്രെയിൽ ക്യാം കണ്ടോ, ഇതാണ് ട്രെയിൽ ക്യാം. ഇത് കണ്ടാ മനസ്സിലാവില്ല, ട്രെയിലിരിക്കുമ്പോ മനസ്സിലാവില്ല. ഇതില് നമ്മളിവിടെ റോഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വെച്ചാണെങ്കിലും ഇതിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ഇങ്ങനെ പോണത് നമുക്ക് ട്രെയിൽ ക്യാമിൽ കിട്ടിയിട്ടുണ്ട്. നോക്കാൻ പറ്റില്ല നമുക്കിപ്പോ. നമുക്ക് ആ ക്ലിപ്സ് ഇടാം, ഫോട്ടോസും ക്ലിപ്സ് ഇടാം. എനിക്ക് തോന്നില്ല, ഇവിടെ നോക്ക്, ഇത് നോക്ക്, ആ താഴത്തേക്ക് നോക്കി ആരോ വന്നിട്ട് കുത്തിയിട്ടുണ്ട്. വല്ല മാന എന്തെങ്കിലും വന്നിട്ട് കുത്തിയിട്ടുണ്ടാവട്ടെ ചിലപ്പോ. അത് മുകളിലേക്ക് വെച്ചത് നന്നായി എന്തായാലും. അതെ അതെ, ഇതിന്റെ ട്രീസിന്റെ ഉണ്ടല്ലേ, അടിപൊളി. മറ്റേ മേപ്പിൾ ലീഫ് ഭയങ്കര യെല്ലോയിഷ് ആയിട്ട് നിക്കുന്നതേ നല്ല ഭംഗിയുണ്ട്. മുകളിലേക്ക് നല്ല വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ലതാ. ഈ ട്രെയിൽ ക്യാം നമ്മള് ആമസോണിൽ വാങ്ങിയതാണ്. നമുക്ക് അതൊന്ന് ഓണാക്കി വെക്ക്, ഇവിടെ തന്നെ നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെ നോക്കാം അത്, പക്ഷെ അങ്ങനെ ഇതില് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റണമെന്ന് അറിയാം. നമുക്ക് ക്ലിപ്പ് ഇട്ടാ പോരെ? ക്ലിപ്പ് കിട്ടൂല അതില്? ക്ലിപ്പ് കിട്ടും. ക്ലിപ്പ് ഈ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്ത് വേണം നമ്മൾ ക്ലിപ്പ് എടുക്കാനായിട്ട്. അതിൽ തന്നെ നമുക്ക് ഫോട്ടോസ് നോക്കാൻ പറ്റില്ല. അത് ഊരിയിട്ട് പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാൻ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് തന്നെ നോക്കാൻ പറ്റൂലേന്ന്. അതില് ഡിസ്പ്ലേ സീൻ ഉണ്ടാവില്ലേ? ഐ മീൻ ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാവില്ലേ? അല്ല, അതില് ഊരിട്ട് നോക്കണം. പിന്നെ അത് ഊരിട്ട് നോക്കലൊക്കെ പണിയാണ്. അതിൽ നമുക്ക് മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റും. മൊബൈലിൽ അതിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇവിടെ പണ്ട് ആരോ മരമൊക്കെ വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ട്. ഇപ്പൊ ആപ്പ് നമ്മള് ആപ്പിൽ നമ്മൾ ഇങ്ങനെ ടാപ്പ് കണക്ട് ക്യാമറ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്റ്റഡ് ആവും ആക്ച്വലി. അതിങ്ങനെ കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നെറ്റ് അല്ല, അതിന്റെ വൈഫൈ അല്ല, ഇതിന് ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്. ഇപ്പൊ ഇതില് കണ്ടില്ലേ, കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു റെഡ് കളർ ലൈറ്റ് കത്തുന്നത്, അതിൽ ഇൻഫ്രാറെഡ് ലൈറ്റ്സും ഉണ്ട് ആക്ച്വലി. അപ്പൊ ഓക്കെ, നമുക്ക് ഇതിൽ ചോദിക്കുന്നുണ്ട് ട്രെയിൽ ക്യാമിന്റെ ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് യെസ് കൊടുക്കുകയാണ്. യെസ് കൊടുത്താൽ ഇത് കണക്റ്റഡ് ആവും. അതിപ്പോ എനിക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബ്ലൂ കളർ കണ്ടില്ലേ? ഇതില് കൊറേ വീഡിയോസ്, എത്ര വീഡിയോസ്? ഇതില് മെമ്മറി കാർഡ് ഉണ്ട്. ഇപ്പൊ മെമ്മറി കാർഡ് ഇതിപ്പോ രാത്രിയിലത്തെ ഒരു വീഡിയോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലിപ്പ് ഇടാം. ഇതിപ്പോ വല്ല ആനിമൽസ് വന്നതാവാം. മാന് പറഞ്ഞാണത് ആക്ച്വലി. ഓക്കെ.
ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ ചെറിയ ചെറിയ ബുഷസ് ഉണ്ട്. വീഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഈ ബ്ലാക്ക്ബെറി വീഡ്സ് അല്ല കേട്ടോ, ബ്ലാക്ക്ബെറീസ്, അതേപോലെ തന്നെ ചെറിയ എന്തൊക്കെയൊക്കെയോ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ കാണുന്ന ബുഷസ് അതൊക്കെ ഒന്ന് വെട്ടി നിരത്തണം. എന്നിട്ട് അപ്പുറത്തെ ഏരിയയും ഇതും കൂടെ ഒന്നാവുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വെളിച്ചമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ക്ലിയർ ചെയ്യണ ഒരു ചെറിയൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉള്ളത് കാരണം വർക്കേഴ്സ് ഉണ്ട് വേറെ ചില പണികൾക്കായിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ വർക്കേഴ്സ് ഇന്നാണ് വന്നിരിക്കുന്നത്. സോ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഓരോ ആഴ്ചയിൽ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കുറേ. ഇതൊരു ബ്ലാക്ക്ബെറീൻ്റെ ചെടിയാണ്. ബ്ലാക്ക്ബെറീസ്, അതായത് വൈൽഡ് ബ്ലാക്ക്ബെറീസ് കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ വൈൽഡ് ബ്ലാക്ക്ബെറീസ് ആണ്. പക്ഷെ അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ചെറുതൊക്കെ ഞങ്ങൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ അതൊക്കെ ഇപ്പോൾ വെട്ടി ഇവിടേക്ക് ഒന്ന് നിരപ്പാക്കണം. അപ്പോൾ കണ്ടില്ല അവിടെ എത്ര ട്രീസാണ് വീണ് കിടക്കുന്നത്. കുറേ ട്രീസ് വീണ് കിടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ആനിമൽസിനൊക്കെ നമ്മളെ പറമ്പിലേക്ക് വരാൻ ഈസി ആയിരിക്കും. നമ്മളെ പറമ്പ് വെച്ചാൽ ക്ലിയർഡ് ആയിട്ടുള്ള നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ. ഈ ഏരിയ ഒക്കെ നമ്മളെ പറമ്പ് തന്നെയാണ്, പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പറ്റും. നല്ല ലാൻഡ്സ്കേപ്പായി ആക്ച്വലി ഇവിടെയൊക്കെ. കണ്ടോ, ഇവിടെയൊക്കെ മരങ്ങൾ വീണിങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, ഇപ്പോഴും ചില ബുഷസ് കളർ മാറാതെ നല്ല എവർഗ്രീൻ പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയും ലീവ്സ് ഒക്കെ വീണ് പോവും. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് വീക്കിൽ കുറച്ച് ബുഷസ് കട്ട് ചെയ്തത്, പക്ഷെ നല്ല മുള്ളാണ് എല്ലാത്തിനും. അത് കാരണം എന്തെങ്കിലും മെഷീൻ ഇല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വൈൽഡ് ചെറീസ് ഉണ്ട് ഇവിടെ, പക്ഷെ അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ കഴിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ വെച്ചിരിക്കുകയാണ് അതൊക്കെ. ഇത് കണ്ട, ഇതൊക്കെ ഭയങ്കര വലുപ്പമാണ്. അങ്ങനെ ഇവിടുന്ന് ആ റോഡ് വരെ നമ്മളെ സ്ഥലം തന്നെയാണ്, നല്ലോണം നിരന്ന് വരുന്നത്. ഇനിയിപ്പം ഈ നല്ല വിൻ്റർ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്നോഫോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ക്ലിയർ ആയിട്ട് റോഡിലേക്ക് കാണാൻ പറ്റും. ഈ ലീവ്സ് ഒക്കെ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് പോയിട്ട്. പക്ഷെ ഈ ഫ്രണ്ട് പോർഷനിൽ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പ്ലാനില്ല. ഇവിടെ ഓൾറെഡി ഉള്ള ട്രീസ് ഒക്കെ അങ്ങനെ അങ്ങോട്ട് വളർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാണ്. ഒരു 2-3 ഏക്കേഴ്സ് ഉണ്ടാവും റോഡ് വരയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഐഡിയ ഇല്ല, ചിലപ്പോൾ അതിൽ കൂടാം കുറയാം, ഐഡിയ ഇല്ല. പക്ഷേ അതർ സൈഡിൽ നല്ല വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളെ വെജിറ്റബിൾ ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, ഈ പറഞ്ഞ മാതിരി വെജിറ്റബിൾ ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, അതൊക്കെ. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഒരു പാടം പോലെയുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ഒരു സൈഡിൽ കോൺ കൃഷി ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതർ സൈഡിൽ എന്താ പറയുക, ഈ പറഞ്ഞ മാതിരി ബെറീസും ചെറീസും, പിന്നെന്താ ആപ്രിക്കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ടല്ലോ. പിന്നെ ഇവിടെ കുറേ ടർക്കീസ് ഇറങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെ ഇളക്കം കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ടാണെന്നുണ്ട്.
പറമ്പിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ടാവുമാര്. ഇത് കണ്ടോ, ഓക്ക് ട്രീസ്, അതിന്റെ ചെറിയ കുട്ടി തൈയാണിത്, ഓക്ക് ട്രീന്റെ. ഇവിടെയൊക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും പറിച്ച് കളയുന്നില്ല, കാരണം അതൊക്കെ നല്ല വലിയ മരമാവുന്നതാണ്. സോ കണ്ടോ, ഓക്ക് ട്രീസ് ആണ് ഇത്. ഈ ഇതിന്റെയൊക്കെ ലീഫിന്റെ കളർ മാറിയിട്ടാ. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ കണ്ടു കഴിഞ്ഞാല് തോന്നും ഉണങ്ങി നിൽക്കുകയാണെന്ന്. ഇവിടെ കണ്ടോ, വേറെ അടുത്തത്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ് ആക്ച്വലി ഇതൊക്കെ. ഇത് വേറെ ഏതൊരു നല്ല ട്രീ ആണ്. ഇത് എനിക്ക് തോന്നുന്നത് വൈറ്റ് ബിർച്ച് ആണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ട, മേപ്പിൾ ലീഫിന്റെ നോക്കിയേ, കണ്ട, നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണിത്. താഴത്തുനിന്ന് നോക്കുമ്പോഴും ഇതിപ്പോ ബിർച്ച് ട്രീ അല്ല, ബിർച്ച് അല്ല, എന്താണ് ഇതിന്റെ പേര്, ഓക്ക്. കണ്ട എന്ത് ഭംഗിയാ നോക്ക്. ഇവിടെ ഫോൾ സീസൺ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടിയാണ് കണ്ണിന്. ഫോൾ സീസൺ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടിയാണ് കണ്ണിന്. ഭയങ്കര കുളിർമയേകും വിഷ്വൽസ് ആണ് ഫോളില്. ഇവിടെയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ കുറേ ഏരിയ ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പൊ ഈ താഴെയൊക്കെ കണ്ടില്ല, ഒരു ചെറിയൊരു ബാംബൂ പോലെ ഉണ്ടായിരിക്കുന്നത് കണ്ട, അതൊക്കെ ഒന്ന് ചിലപ്പോൾ ക്ലിയർ ചെയ്യും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയാസ് ക്ലിയർ ചെയ്യണം. അപ്പം ഇതൊക്കെ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുക. ഇത് കണ്ട, ഇവിടെ അടുത്ത മേപ്പിൾ ട്രീ യെല്ലോ കളറായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ഉണ്ട്, കുറേ മേപ്പിൾ ട്രീസ് ഉണ്ട് ഇതിനുള്ളിലൊക്കെ. മേപ്പിൾ, ബിർച്ച്, പിന്നെന്താണ് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ആഹാ, ഓ ഓ എന്തോന്ന് വീണ അവിടെ, ഒരു മരത്തിന്റെ പീസ് അവിടെ താഴത്തേക്ക് വീണ് നിന്നിട്ട് കാറ്റത്ത്. ഞാൻ ഓടട്ടെ ഇവിടെ നിന്ന്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തലമണ്ടയിൽ കൂടെ വീഴുന്നാ തോന്നുന്നത്. ഓക്കെ, ഈ ട്രീന്റെ പേരെന്താ, ആ പകുതി പൊളിഞ്ഞു നിൽക്കുന്നതിന്റെ? അത് ബിർച്ച്. ബിർച്ച് അല്ലേ? എന്ത് ബിർച്ച്? പേപ്പർ ബിർച്ച് അല്ലേ? പേപ്പർ ബിർച്ച്. ആ വേണ്ടോ, വേണ്ട, ഹാഫായിട്ട് ഒരു ട്രീ നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ, ഇതിന് ആയുസ് വളരെ കുറവുള്ള ഒരു ട്രീ ആന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അത് ഒരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ് പോകുന്നതാണ്. നമ്മൾ പറിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ വെട്ടിയിടൊന്നും വേണ്ട, അത് തന്നെ വീണു അങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട ട്രീസ്, ഇതൊക്കെ ക്ലിയർ ചെയ്യണം. ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ താല്പര്യമില്ല, കാരണം നല്ലൊരു ആ കാണുന്ന റോഡ് ഹൈവേ ആണ്. അധികം ക്ലിയർ ചെയ്ത വൈൽഡ് ലൈഫ് വരില്ല. അധികം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി വൈൽഡ് ലൈഫ് ഒന്നും ഇവിടേക്ക് വരില്ല. ഇവിടെ ഇപ്പൊ കണ്ടില്ല നേരത്തെ ട്രെയിൽ ക്യാമിൽ കൂടെ മാനിനെയൊക്കെ ചില സമയത്ത് നമ്മൾ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ മാൻ വന്ന് നിൽക്കുന്നതാണ്, ഈവനിങ്സിലും ഒക്കെ. ഞാനിത് റോഡിന്റെ, ഞങ്ങളുടെ ഡ്രൈവേയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെ തന്നെയാണ്. കുറേ ഉണ്ട് ഇവിടെ. അയ്യോ, ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങള്. പക്ഷെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഒരു എത്ര ഏക്കേഴ്സ് ഉണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ നല്ല ഏരിയ ആണ് ഇവിടെയൊക്കെ. പിന്നെന്താ, കുറേ കാലങ്ങൾ ഇങ്ങനെ നോക്കും പിടിക്കുകയും ചെയ്യാണ്ട് ഈ പറഞ്ഞ മാതിരി എല്ലാ കൊല്ലം ഇലകൾ വീണ് മഞ്ഞ് വീണ് അങ്ങനെ അങ്ങനെ കിടന്നിട്ടേ. പക്ഷെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആണിത്. ഇവിടെയും കുറേ എന്താ അതിൻ്റെ പേര്, പൈൻ
പൈൻ ട്രീസ്, ഭയങ്കര വലിയ പൈൻ ട്രീസ് ആണ് ഇവിടെ. പൈനും ബിൾച്ചും ഇതൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ ലോഡത്തുള്ളത്. ഇവിടെ കണ്ടോ ഈ ട്രീൻ്റെ ഇത് കണ്ടോ, എന്തോ വന്നിട്ട് കുത്തി ഇതാക്കിയിരിക്കുകയാണ്. എന്താ അത് ചെയ്തതെന്ന് അറിയില്ല. ഇനിയിപ്പം വല്ല കരടിയാണോ ഇല്ലെങ്കിൽ വല്ല മാനാണോ, ഒരു ഐഡിയ ഇല്ല. ഇതാ ഇവിടെ ഒരു പേപ്പർ ബ്രിഡ്ജ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ വീഴുന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ ഞങ്ങളായിട്ട് അതിനെ വെട്ടുന്നില്ല, വലിയ വലിയ ട്രീസ് ഒന്നും വെട്ടുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് സ്പ്രിംഗ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല അങ്ങനെ കാട് പിടിച്ച മാതിരി ഇരിക്കും ഇലകൾ. ഈ മരത്തിലൊക്കെ ഇലകളൊക്കെ കൊണ്ട് വന്ന് ചെടികളിലൊക്കെ ഇലകളൊക്കെ വന്നിട്ടേ ഫുള്ളങ്ങോട്ടേക്ക് കാട് പിടിച്ച മാതിരി നിൽക്കും. ഇപ്പോൾ നല്ല പ്രൈവസിയാണ് നമ്മളെ വീട്ടിലേക്ക്. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ല മെച്ചുവേർഡ് ട്രീസാണ്. വേണമെങ്കിൽ വിറ്റിട്ടൊക്കെ കാശുണ്ടാക്കാം, പക്ഷെ വേണ്ട, നമ്മൾ അങ്ങനെ ഇരിക്കട്ടെ. നല്ല ഭംഗിയല്ലേ കുറേ ട്രീസൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ നമ്മളെ നെയ്ബറിൻ്റെ അവിടെ ഇപ്പം അവർ എന്താ പറയുക, ലോൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു വിൻ്റർ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരും തോന്നുന്നുണ്ട്, അറിയില്ല. അങ്ങനെ എന്തോന്ന് പറഞ്ഞ പോലെ തോന്നി. അങ്ങനെ പിന്നെ വേറെന്താ, ഞാനൊന്ന് പോയി നോക്കട്ടെ അവിടുത്തെ വല്ല കരടിയും കുടുങ്ങിയിട്ടുണ്ടോന്ന്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ. നിങ്ങൾക്ക് ഈ കാടും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണോ ഇത് കാണുന്നവര്? ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ത്രൂ ഔട്ട് പ്രോജക്റ്റ് ആയി ലൈഫിൽ. എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് നമ്മളവിടേക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക്. മെയിൻ റോഡിൽ നിന്ന്, മെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ഡ്രൈവേ തന്നെ ഒരു 1 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അതാണ് ഡ്രൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മെയിൻ റോഡിൽ നിന്ന്. അവിടെ നിന്ന് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഒരു 1 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ഡ്രൈവേ ആണ്. അങ്ങനെ എന്താ